Hello, welcome to Learn. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് LDCക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗാദി ബോർഡിൻ്റെ പ്രിലിംസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലിപ്പോൾ 80 ചോദ്യങ്ങൾ കഴിഞ്ഞു, അതൊക്കെ GK ആയിരുന്നു. അപ്പോൾ ഇനിയുള്ള ബാക്കി വരുന്ന 20 മാർക്കിനുള്ള മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിട്ടുപോയ അക്കം കണ്ടെത്തുക. 4, 10, 6, 13, 8 അങ്ങനെയെങ്കിൽ അടുത്ത അക്കം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 14. ഇത് നമ്മൾ ഒരുപാട് കാട് കയറിയൊന്നും ചിന്തിക്കണ്ട. നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള ഗ്യാപ്പാണല്ലോ നമ്മൾ നോക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 6 ആണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ അത് 4 ആണ്, ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ആണ്, ഇവർ തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത ആ ഗ്യാപ്പിൽ എന്താ വരിക എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വേറൊരു കാര്യം ചെയ്താൽ മതി, ഒന്നിട വിട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒന്നിട വിട്ടിട്ട് ഓരോ സംഖ്യകൾ നോക്കുന്ന സമയത്ത് എന്ത് എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ഗ്യാപ്പ് കാണുമ്പോൾ തന്നെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള നമ്പർ അല്ലേ വരുന്നത്. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഈ വ്യത്യസ്തമായിട്ടുള്ള നമ്പറാണ്, അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ നോക്കാം. അതായത് 6ഉം ഏതാണ് നമ്മളുടെ ആദ്യത്തെ 4ഉം അതുപോലെ തന്നെ അടുത്തത് 10 അല്ലേ. അപ്പോൾ ഇതിൽ 4ഉം 6ഉം തമ്മിൽ നോക്കുക, അത് 2 സംഖ്യ കൂടിയ പോലെയാണ്. 6ന്ന് ഒരു സംഖ്യ വിടുന്ന സമയത്ത് 2 സംഖ്യ കൂടിയ പോലെയാണ് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ തോന്നില്ല. അപ്പോൾ ഇനി അടുത്തത് 10ന്ന് 13 ആണെന്നുണ്ടെങ്കിൽ 3 സംഖ്യ കൂടിയ പോലെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇത് അടുത്തത് എന്തായിരിക്കണം, ഒരു 3 സംഖ്യ കൂടിയിട്ടുള്ളൊരു സംഖ്യ ആയിരിക്കണം നമുക്ക് ആ ഡാഷിൽ വരേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ 13ൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 16 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഫസ്റ്റ് നോക്കുന്നത് അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള അകലമാണ് നോക്കുക. അപ്പോൾ അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നിട വിട്ടിട്ടുള്ള സംഖ്യകൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 16 എന്നാണ്. അടുത്തത് 50 - 15 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 പ്ലസ് 27 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 27, 177, 76.5, 82. നമുക്കറിയാം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലേ, നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്, ബോഡ്മാസ് റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾക്ക് ബോഡ്മാസിൽ ആദ്യം ഡിവിഷൻ ഉണ്ടോ, ബ്രാക്കറ്റ് ഉണ്ടോ നോക്കി, ബ്രാക്കറ്റും ഓഫ് ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് അരിത്മെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ബോഡ്മാസിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുക. അപ്പോൾ ഡിവിഷൻ വരുന്നത് എവിടെയാണ്, ഇത് ഇവിടെയാണ്. 15 ഡിവൈഡ് ബൈ 3 ആണ് അല്ലേ. അത് എത്ര കിട്ടി, 15 ഡിവൈഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് അത് 5 കിട്ടി അല്ലേ. 15 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 കിട്ടി. 15 ഡിവൈഡ് ബൈ 3 5 ആണ്. ഇനി ഡിവിഷൻ കഴിഞ്ഞു, അടുത്തത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകും നോക്കുക അല്ലേ. അപ്പോൾ ഇനി ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഉത്തരം 5 ആണ്. 5 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 50 കിട്ടുമല്ലോ. അതായത് 50 മൈനസ് 5 ഇൻറ്റു 10 പ്ലസ് 27 ആണ് വരിക അല്ലേ. അപ്പോൾ ഇനി ഡിവിഷനാണ്, മൾട്ടിപ്ലിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ 10 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താ, 50. അപ്പോൾ 50 മൈനസ് 50 പ്ലസ് 27 ആണ് നമ്മൾക്ക് വരിക. 50 മൈനസ് 50 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് 27 ആണ് നമുക്ക് അപ്പോൾ ഉത്തരം കിട്ടുക. അപ്പോൾ ആൻസർ എത്രയാണ്, അത് 27 ആണ് നമ്മളുടെ ഉത്തരം വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 5 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 3 ഡിവൈഡ് ബൈ 5 റേസ് ടു 7 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എത്ര എന്നാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് അറിയാം, 5 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 3 എന്നുള്ളതിനെ 5 റേസ് ടു 4 പ്ലസ് 3 എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അതായത് 5 റേസ് ടു 4, അപ്പം ന്യൂമറേറ്റർ എന്തായിട്ട് മാറും, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 5 റേസ് ടു 7 ആവും അല്ലേ. ഡിനോമിനേറ്റർ നമുക്ക് അറിയാമല്ലോ, ഡിനോമിനേറ്റർ എന്താ പറഞ്ഞിരിക്കുന്നത്, 5 റേസ് ടു 7 ആണ്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേതായതുകൊണ്ട് അല്ലേ
അംശവും ഛേദവും ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 1 കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഒരേ സംഖ്യയാണ് a⁻x into a⁻y എന്നാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? a⁻x plus y എന്ന് എഴുതാം എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ബാക്കി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി 2⁻10 2⁻10നോട് എത്ര കൂട്ടിയാൽ 2⁻11 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ 2⁻1, ഓപ്ഷൻ ബി 2⁻10, ഓപ്ഷൻ സി 2⁻0, ഓപ്ഷൻ ഡി 2⁻11. ഓക്കെ, 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതിൻ്റെ 2⁻10ൻ്റെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ഒരു 2 ചെയ്യുമ്പോഴാണ് അല്ലേ, ഇൻറ്റു ഒരു 2⁻1 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 2⁻11 കിട്ടുന്നത് ആണോ? അല്ലേ? അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 2⁻11 കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എത്ര കൂട്ടണം? 2 ഗുണിക്കണം. അങ്ങനെയെങ്കിൽ എത്ര അത് കൂട്ടേണ്ടതായിട്ട് വരും? നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. നമ്മൾക്ക് 2⁻2 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? 2⁻3 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലേ? അതിനർത്ഥം ഇതെന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കൂടെ 2 ഗുണിക്കുമ്പോൾ നമുക്ക് 8 കിട്ടുന്നു. അല്ലെങ്കിൽ ഇതേ സംഖ്യ ഇതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ 4ൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 8 കിട്ടുക. അങ്ങനെയും നമുക്ക് പറയാലോ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയെങ്കിൽ 2⁻10നോട് തൊട്ടടുത്ത സംഖ്യ ഇത് 2 3 ആകുമ്പോഴത്തേക്കും അതേ സംഖ്യ കൂട്ടുക ചെയ്യണം. അപ്പം അതേപോലെ 2⁻10 എന്നുള്ളത് 2⁻11 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ സംഖ്യ തന്നെ അതിൻ്റെ കൂടെ കൂട്ടുകയല്ലേ വേണ്ടത് അല്ലേ? ഈ 2⁻2 2⁻3 ആകുമ്പോൾ സെയിം സംഖ്യ കൂട്ടാണ് നമ്മൾ ചെയ്തത്. 4 കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടി. അപ്പോൾ 2⁻10ൻ്റെ കൂടെ 2⁻10 കൂട്ടിയാൽ മാത്രമേ 2⁻11 നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് ഉത്തരം വരിക? 84. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത്തിരി ലോജിക്ക് വേണം. അറിയാണ്ട് നമ്മൾ അവിടെ 2⁻1 എന്നുള്ളത് കൊടുത്തതുകൊണ്ട് അയ്യോ ഇത് കൂട്ടുകയാണെന്നുള്ളത് ബോധമില്ലാണ്ട് നമ്മൾ അറിയാണ്ട് ആ ഗുണനത്തിൻ്റെ കൂടെ ആ 2⁻1 വന്നത് അറിയാണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അടുത്ത ചോദ്യം 3⁻x എന്ന് പറയുന്നത് 729 ആയാൽ 3⁻x - 1 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 3⁻x 729. 3⁻x - 1 എന്ന് പറയുന്നത് 3⁻x into 3⁻−1 അല്ലേ? അതായത് 3⁻x ഡിവൈഡഡ് ബൈ 3 അല്ലേ അത്? അല്ലേ? 3 അല്ലേ? 3⁻−1 എന്ന് പറയുന്നത് 1/3 ആണ് അല്ലേ? അപ്പോൾ 3⁻x എന്ന് പറയുന്നത് 729 അല്ലേ? ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക? 3 2 6 3 4 12 3 3 9 അല്ലേ? 243 അല്ലേ ഉത്തരം? ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലായല്ലോ. 3⁻x എന്ന് പറയുന്നത് 729 നമുക്ക് തന്നിട്ടുണ്ട്. 3⁻x - 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3⁻x - 1 എന്ന് പറയുന്നത് 3⁻x into 3⁻−1 ആണ്. അല്ലെങ്കിൽ 3⁻x ഡിവൈഡഡ് ബൈ 3 ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 728 അല്ല. പെട്ടെന്ന് അങ്ങനെയും ചിന്തിക്കാം. 3⁻x എന്ന് പറയുന്നത് 729, അങ്ങനെയെങ്കിൽ ഒന്ന് കുറയ്ക്കല്ലേ വേണ്ടുള്ളൂ എന്ന് നമുക്ക് അറിയാണ്ട് ബോധം നമ്മുടെ മനസ്സല്ലേ. എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊന്നും ആയിരിക്കില്ല. നമ്മൾ അങ്ങനെ തലയിരുന്നിട്ട് നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ മറ്റൊരു നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇത് തന്നെയാണോ തന്നെ അല്ലേ എന്നൊരു കൺഫ്യൂഷൻ നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 4 ഓപ്ഷനിൽ കൂടെയും കണ്ടുപോയിരിക്കണം. നമുക്ക് ഏത് ഓപ്ഷനാണ് നമുക്ക് കിട്ടിയെങ്കിലും ഒരു രണ്ടാമതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്നും അല്ല. ആരാണ്? 243 നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, A:B എന്ന് പറയുന്നത് 2:5 ആണ്. B:C എന്ന് പറയുന്നത് 4:3 ആണെങ്കിൽ A:B:C എത്ര എന്നാണ് ചോദിക്കുന്നത്. അതായത് A:B എന്ന് പറയുന്നത് 2:5 B:C എന്ന് പറയുന്നത് 4
4:3 ആയ നമ്മളുടെ ആൻസർ എന്താണ്? A:B:C. A:B:C എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ വരിക? അതായത് 2 × 4 8 അല്ലേ? 4 × 5 20 3 × 5 15. അപ്പോൾ 8:20:15 ആണ് നമുക്ക് ഉത്തരം വരിക. അപ്പോൾ ഇവിടെ 7:9:7 വന്നിട്ടുണ്ട്, 10:8:15 വന്നിട്ടുണ്ട്, 7:10:9 തന്നിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പല ഓപ്ഷനുകളുണ്ട്. അപ്പം നമ്മൾക്കിവിടെ എന്താ ആൻസർ ആയിട്ട് 8:20:15 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ്. പരപ്പളവ് പറഞ്ഞാൽ എന്താ സാധനം? പരപ്പളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ അഥവാ വിസ്തീർണമാണ് കേട്ടോ ഈ പറയുന്ന പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, ഏരിയ ആണ് പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ തന്നിരിക്കുന്ന രൂപം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു രൂപത്തിന് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനെ ഈ സെന്ററിൽ കൂടെ നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇത് മൊത്തം 10 അപ്പോൾ ഇത്രയും ഭാഗം എന്താണ്? 8. ഇത് 2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒന്നാമത്തെ വിസ്തീർണം, ഇത് രണ്ടാമത്തെ വിസ്തീർണം അല്ലേ? നമുക്കറിയാം ഒരു ദീർഘചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നീളം × വീതിയാണ്. അപ്പോൾ ഒന്നാമത്തതിന്റെ നീളം എന്ന് പറയുന്നത് ഇപ്പം എന്തായി? 8 ആയി. വീതി എന്ന് പറയുന്നത് 3 ആയി അല്ലേ? അപ്പോൾ 3 × 24 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഒന്നാമത്തതിന്റെ വിസ്തീർണം കിട്ടി. ഇനി രണ്ടാമത്തെ വിസ്തീർണം എന്ന് പറയുന്നത് താഴത്തെ ഭാഗമാണ്. അപ്പോൾ രണ്ടും നീളം 6ഉം വീതി 2 ആയതുകൊണ്ട് 6 × 2 6 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ചോദ്യം ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 56, 42, 36, 60. നോക്കാം, ഇത് രണ്ടും കൂടെ കൂട്ടിയാലേ നമുക്കതിന് ഉത്തരം കിട്ടുള്ളൂ. അപ്പം 4ഉം 2ഉം 6, 2 1 3 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് വരിക? തന്നിരിക്കുന്ന രൂപത്തിന്റെ പരപ്പളവ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം 35, 28, x 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിന്റെ വില എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 36, 41, 38, 43 ഒക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു 5 സംഖ്യകളുണ്ട്, അവയുടെ ശരാശരി 36 ആണ് തന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറയുന്നത് എന്താ? സം ബൈ നമ്പർ അല്ലേ? എല്ലാം കൂടെ കൂട്ടുക ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതായത് 35 + 28 + x + 42 + 32 അല്ലെ? ഇത്രയും സംഖ്യ കൂട്ടുക ഹോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നത്? 36 കിട്ടുമെന്നാണ് പറയുന്നത്. എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. ഇതെന്ത് ചെയ്താൽ മതി? മുകളിലെ സംഖ്യകളൊക്കെ കൂടെ കൂട്ടാം. അപ്പോൾ ഇതിലെ ഈ സംഖ്യകളൊക്കെ കൂടെ നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് 137 + x കിട്ടും ഡിവൈഡ് ബൈ 5 അല്ലെ? അതായത് 137 + x എന്ന് പറയുന്നത് 36 × 5 ആയിട്ട് മാറും, which is equal to 180 ആയിട്ട് മാറും അല്ലെ? അപ്പോൾ അന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 180 - 137 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 43 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം 1/2/3 + 2/1/2 + 3/1/3 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 7/1/2, ഓപ്ഷൻ ബി 6/1/3, ഓപ്ഷൻ സി 6/4/8, ഓപ്ഷൻ ഡി 7/1/3. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പം നമ്മൾക്ക് നോക്കാം. അപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ല, എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ്. നമുക്കിവിടെ എന്തുണ്ട്? ഭിന്നസംഖ്യയുണ്ട്, അതല്ലാണ്ട് പൂർണ്ണസംഖ്യയുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? പൂർണ്ണസംഖ്യകളൊക്കെ കൂടെ ആദ്യം എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പോൾ 1 + 2 + 3 അല്ലേ? 1 + 2 + 3 പ്ലസ് ബാക്കിയുള്ള സംഖ്യകൾ 2/3 + 1/2 + 1/3 അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും? 3 2 5 1 6 കിട്ടും അല്ലേ? പ്ലസ് ഇതിൽ നോക്കൂ, ഒരേ ഛേദമുള്ള 2 സംഖ്യകളുണ്ട്. അതായത് 2/3
പ്ലസ് 1/3. രണ്ടും ഒരേപോലെയാണെങ്കിൽ, അതായത് ഛേദം രണ്ടും ഒരേപോലെയാണെങ്കിൽ അംശം രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ 2 1 3/3 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 വരും അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി അല്ലേ. അപ്പൊ ഈ 6ന്റെ കൂടെ 1 കൂട്ടി, പ്ലസ് ഇനി അവിടെ ബാക്കി എന്താണുള്ളത്? അരയുള്ളൂ, 1/2. അപ്പൊ 6 1 7/2 നമ്മളുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒറ്റയാനെ കണ്ടെത്തുക 29, 39, 49, 69. ഓക്കെ, ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 49, 69, 29, 39 എന്നാണ്. അപ്പൊ ഇതിൽ ഒറ്റയാനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം പ്രൈം സംഖ്യകൾ അല്ലെ, അഭാജ്യ സംഖ്യകൾ. അതിന് നമുക്ക് എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിന് ആ നമ്പറും ഉണ്ടാവും ഘടകങ്ങളായിട്ട്, പിന്നെ അതിന്റെ കൂടെ 1 ഉണ്ടാവും. അങ്ങനെയാണ് അഭാജ്യ സംഖ്യ. നമുക്ക് ഭജിക്കാൻ പറ്റാത്തതാണ് അല്ലെ. ബാക്കിയുള്ള 39 നോക്കുമ്പോൾ നമുക്കത് ഡിവിഷൻ പറ്റും, 49 വരും, 69 ഒക്കെ നമുക്ക് പിന്നെയും നമുക്ക് ഘടകങ്ങളാക്കാം, ഒത്തിരി ഘടകങ്ങളാക്കാം. 2 ഘടകങ്ങളിൽ കൂടുതൽ വരാം. 29 നമുക്ക് ആകെ 2 ഘടകങ്ങളെ ഉണ്ടാവുള്ളൂ, 1 മറ്റേത് 29 ആണ്. അപ്പൊ നമുക്കിവിടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി 29 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഒരു വരിയില് ജോണി മുന്നിൽ നിന്നും 9ാമതും പിന്നിൽ നിന്നും 8ാമതും ആയാൽ വരിയിൽ എത്ര പേരുണ്ട്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ. അപ്പോൾ ഓപ്ഷൻ എ 17, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 15. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് അതിൽ ഉണ്ടാവുമെന്നാണ് നമ്മളുടെ ചോദ്യം. എങ്ങനെയാണ് വരിക? ഇങ്ങനെ മുന്നിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആള് മുന്നിൽ നിന്ന് ഇത്രയാണ്, പിന്നിൽ നിന്ന് ഇത്രയാണ്, അങ്ങനെയെങ്കിൽ മൊത്തം എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 സംഖ്യകളും തമ്മിൽ കൂട്ടാം അല്ലെ. മുന്നിൽ നിന്ന് 8, മുന്നിൽ നിന്ന് 9, പിന്നിൽ നിന്ന് 8. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഖ്യ കിട്ടും. ഓക്കെ, അപ്പോൾ 9 + 8 - 1 ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, 9 1 കുറച്ച് കഴിഞ്ഞാൽ 8, 8 8 16. അപ്പൊ 16 പേരാണ് ആ ഒരു വരിയിലുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും 28 മീറ്റർ മുന്നോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്ന് സിയിലെത്തി. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ നടന്ന് ഡിയിലെത്തിയിട്ടുണ്ട്. ഡിയിൽ നിന്നും വീണ്ടും 10 മീറ്റർ വലത്തോട്ട് നടന്നു. അപ്പോൾ അയാൾ ഇപ്പോൾ എയിൽ നിന്ന് എത്ര അകലെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇനി നമുക്ക് ചോദ്യം വായിച്ചുകൊണ്ട് ഇതിന്റെ ചിത്രം വരയ്ക്കാം അല്ലെ. അപ്പൊ ഒരാള് എ എന്ന സ്ഥലത്ത് നിന്നും 28 മീറ്റർ മുന്നോട്ട് നടന്നിട്ട് ബിയിലെത്തി. അപ്പൊ എ എന്ന സ്ഥലം ഇവിടെ ഉണ്ട്. എയിൽ നിന്നും 25 മീറ്റർ നടന്ന് മുന്നോട്ട് ബിയിലെത്തിയിട്ടുണ്ട് അല്ലെ. അയാള് ബിയിലെത്തിയിട്ടുണ്ട്. ബിയിൽ നിന്നും ഇടത്തോട്ട്, ഇത് വലത്തോട്ട്, ബിയിൽ നിന്നും ഇടത്തോട്ട് ഒരു 10 മീറ്റർ നടന്നിട്ടുണ്ട്. ബിയിൽ നിന്ന് 10 മീറ്റർ ഇടത്തോട്ട് നടന്നിട്ട് സിയിൽ എത്തിയിട്ടുണ്ട്. സിയിൽ നിന്നും പിന്നെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ അയാൾ വലത്തോട്ട് പോകണം. അപ്പോൾ വലത്തോട്ട് അയാൾ ഒരു 20 മീറ്റർ നടന്നിട്ട് അയാൾ ഡിയിലെത്തി. നടന്നിട്ട് എത്തിയത് നമ്മൾ ഡിയിലാണ്. ഡിയിൽ നിന്നും വീണ്ടും 10, ഇവിടെ ഇപ്പോൾ ഡിയിലാണ്. ഡിയിൽ നിന്നും ഒരു 10 മീറ്റർ വലത്തോട്ട് നടന്നു അല്ലെ. ഡിയിൽ നിന്നും ഒരു 10 മീറ്റർ വലത്തോട്ട് നടന്നു. അപ്പൊ ഇതാണ് എ, ഇതാണ് ഡിയിൽ നിന്ന് ഒരു 10 മീറ്റർ വലത്തോട്ട് നടന്നു. ഇപ്പൊ അയാള് എയിൽ നിന്നും എത്ര അകലെയാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ്, അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. എയിൽ നിന്നും എത്ര അകലെയെന്ന് ചോദിക്കുമ്പോൾ അല്ലെ. 65 മീറ്റർ, 35 മീറ്റർ, 45 മീറ്റർ, 55 മീറ്റർ ആണ്. അപ്പൊ ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് ഡിസ്റ്റൻസ് ഉള്ളത്? ഇത് 25. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇത് എത്രയാ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് 20. അപ്പൊ 20ഉം 25ഉം കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് ഉത്തരം കിട്ടുമല്ലോ. 20 25ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 45 മീറ്റർ ആണ് എയിൽ നിന്നും ഉള്ള ആ വ്യക്തിയുടെ അകലം എന്ന് പറയുന്നത്. അപ്പൊ 92 ഓപ്ഷൻ സി 45 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ചിത്രം കൃത്യമായിട്ട് വരയ്ക്കണം, എന്നാൽ മാത്രമേ. ഇത് ഇടത്തും വലത്തും പോണത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ചിത്രവും തെറ്റും, കാൽക്കുലേഷനും തെറ്റും. അപ്പൊ അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. പിന്നെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എത്ര ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു എന്നുള്ളതും ശ്രദ്ധിക്കണം. ഈ 25 മീറ്ററും 10 മീറ്ററും ഒക്കെ ആ ഡിസ്റ്റൻസ് അതിനനുസരിച്ചിട്ട് ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഒക്കെ നിങ്ങൾ വരയ്ക്കാം. ലാസ്റ്റ് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഒക്കെ ഒരേ, ഇപ്പൊ ഞാനിപ്പോ ഏതാണ്ട് ഒക്കെ ഒരേ ഡിസ്റ്റൻസിലൊക്കെ വരച്ചിരിക്കുന്നത്. നമുക്ക് അത് അത്രയ്ക്കും വലിയ ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരച്ചത്.
അതല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ 25 സെന്റിമീറ്റർ എന്നുള്ളത് ഒത്തിരി വലുത് വരയ്ക്കാം, 10 സെന്റിമീറ്റർ വരുമ്പോൾ ചെറുത് വരയ്ക്കാം, അതിനേക്കാൾ കുറച്ച് വലുതായിട്ട് 20 സെന്റിമീറ്റർ വരയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് വരച്ച് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. രണ്ടും കൂടെ ചേർക്കുമ്പോൾ 45 മീറ്റർ ആണ്. 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച ആയാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. ഓക്കെ, 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയാണ് അല്ലേ? 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ 2020 മാർച്ച് 1-ാം തീയതിയാണ്. അപ്പോൾ സെയിം വർഷം തന്നെയാണ് അല്ലേ? അതിൻ്റെ അടുത്ത മാസം 1-ാം തീയതി എത്രയാവുമെന്നാണ് അവരുടെ ചോദ്യം അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഫെബ്രുവരി 1, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വർഷമാണ്. 2020 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ് അല്ലേ? 2020 ലീപ്പ് ഇയർ ആകുമ്പോൾ ഈ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ മാർച്ച് 1-ാം തീയതി എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ദിവസങ്ങൾ 29 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ അത് 7 ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എത്ര ശിഷ്ടം വരും? ശിഷ്ടം 1 വരും അല്ലേ? ഇപ്പം ശനിയാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തത് ഏതാണ് ദിവസം? അത് ഞായറാഴ്ചയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? അത് ഈ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും പഠിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും. ഒരൊറ്റ സംഖ്യയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇരട്ട സംഖ്യ ആയിരിക്കും എന്നൊക്കെ പണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതറിയുന്ന ആൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്കതിനെ കൺഫേം ചെയ്യാൻ പറ്റും ഇതിൽ ഏതാണെന്നുള്ള. 2 വാല്യൂ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എ ഇൻറ്റു ബി, മറ്റൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് എ ഇൻറ്റു ബി പ്ലസ് 2, മറ്റൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് 1, മറ്റൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് എ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ഒറ്റ സംഖ്യകൾ എടുക്കാം, 1ഉം 3ഉം എടുക്കാം. അപ്പോൾ ഓപ്ഷൻ എ എടുക്കാം. അപ്പോൾ 1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 3 കിട്ടും. അത് വരില്ലല്ലോ. ബി എടുക്കാം, 1 ഇൻറ്റു 3 പ്ലസ് 2 അല്ലേ? 1ഉം 3ഉം 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 ആണ്. 3 പ്ലസ് 2 5. അപ്പോൾ എയും വരില്ല, ബിയും വരില്ല അല്ലേ? അടുത്തത് സി, 1 പ്ലസ് 3 പ്ലസ് 1 വരും. 3 1ഉം 4 1ഉം 5 അല്ലേ? അപ്പോൾ അതും വരില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഡി എന്ന് പറയുന്നത് 1 പ്ലസ് 3, 3 1 4. അപ്പോൾ 2 ഒറ്റ സംഖ്യ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇരട്ട സംഖ്യ കിട്ടണം. അപ്പോൾ എയും ബിയും ഒറ്റ സംഖ്യ ആയിക്കഴിഞ്ഞാൽ താഴെ പറയുന്ന ഏത് ഇക്വേഷൻ എടുത്താൽ മതി? എ പ്ലസ് ബി എന്നുള്ള ഇക്വേഷൻ എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ഇരട്ട സംഖ്യ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഒറ്റ സംഖ്യ ചേർന്ന് കഴിഞ്ഞാൽ 2 ഒറ്റ സംഖ്യ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇരട്ട സംഖ്യ കിട്ടും എന്ന നിയമം അറിയുന്ന ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് 12 × 34 × 41 375 ആണ്. 53 × 81 × 62 898 ആണ്. അങ്ങനെയെങ്കിൽ 43 × 25 × 13 എത്രയാണെന്നാണ് നമ്മളുടെ ചോദ്യം. ഓപ്ഷൻസ് 474, 774, 477, 744. 4 7 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ പണിയാണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് കാണുമ്പോൾ വലിയ സംഭവമായി തോന്നുമെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ഒരു ചെറിയ പസിലാണത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് LDCക്കൊക്കെ അത്രയും വലിയ ടഫായിട്ട് നിങ്ങളെ കൊടുക്കുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെ ചിലപ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യില്ല. ഈ ക്വസ്റ്റ്യനും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും അറ്റൻഡ് ചെയ്യില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയ സ്ഥിതിക്ക് നമ്മൾ അവിടെ പോയി ഇതിൻ്റെ സ്ക്വയറും ക്യൂബും സ്ക്വയർ റൂട്ടൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ചോദ്യം വലിയ ഒന്നുമില്ല നോക്കോളൂ. 12 എന്ന് പറയുന്നത് 2 കൂടെ കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 3. 34 2 കൂടെ കൂട്ടുക 7. 41 എന്ന് പറയുന്നത് 2 കൂടെ കൂട്ടുക, 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക 5. ഓക്കെ, അതേപോലെ 5 + 3 8, 8 + 1 9, 9 6 + 2 8. ഓക്കെ, അതാണ് ഈ 898, ഇതാണ് ഈ 375. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടല്ലോ. 4 3 7, 5 2 7, 3 1 4, 774 ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആണെങ്കിൽ പുരയിടത്തിന് ചുറ്റും കിട്ടുന്ന വേലിയുടെ നീളം എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ,
നമ്മൾക്ക് ചതുരാകൃതിയിലുള്ള ഒരു പുരയിടമാണ്. അപ്പോൾ ചതുരാകൃതിയുള്ള ഒരു പുരയിടം അല്ലേ, ചതുരാകൃതിയിലുള്ള ഒരു പുരയിടം. ഇവിടെ നമ്മൾക്ക് പുരയിടത്തിന്റെ നീളം 50 തന്നിട്ടുണ്ട്, വീതി തന്നിട്ടില്ല. പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നീളം ഇൻറ്റു വീതി എന്ന് പറയുന്നത് 1500 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീതി കണ്ടുപിടിക്കാം അല്ലേ. നീളം എന്ന് പറയുന്നത് 50 ആണ്, 50 ഇൻറ്റു ബി ആണ് 1500. അങ്ങനെയെങ്കിൽ ബി അതിൻ്റെ വീതി എന്ന് പറയുന്നത് 1500 ഡിവൈഡ് ബൈ 50 ആണ് അല്ലേ. 3 5 15, അപ്പോൾ 30 ആണ് അതിൻ്റെ പേര്. അപ്പോൾ 50ഉം 30ഉം ആണ്. ഇനി ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം പറയുമ്പോൾ നമുക്ക് ആക്ച്വലി എന്താ വേണ്ടത്, അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. വേലി പറയുന്ന സ്ഥലത്ത് മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ഈ ചുറ്റുള്ള അളവ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ 50 + 30, ഇതേപോലെ തന്നെ ഇവിടെയും 30 ഉണ്ടാവും, ഇവിടെ 50 ഉണ്ടാവും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. അതിൻ്റെ ചുറ്റളവ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + B ആണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. 2 × L എന്ന് പറയുന്നത് 50 ആണ്, ബി എന്ന് പറയുന്നത് 30 ആണ്. 5ഉം 3ഉം 8. അപ്പോൾ 2 × 80 എന്ന് പറയുന്നത് 160 മീറ്റർ ആണ്. 160 മീറ്റർ ആണ്. ചുറ്റളവ് എന്ന് പറയുന്ന സമയത്ത് അത് മീറ്ററിലായിരിക്കും, വിസ്തീർണം ആണെന്നുണ്ടെങ്കിൽ മീറ്റർ സ്ക്വയറിലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഇക്വേഷൻ ആണ്. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടം പറയുമ്പോൾ അതിൻ്റെ വിസ്തീർണം എന്താണ്, വിസ്തീർണത്തിൻ്റെ ഇക്വേഷനും അതിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കണം, ഒരിക്കലും വിസ്തീർണം പറഞ്ഞപ്പോൾ തരുന്നില്ല. പരപ്പളവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അത് ചുറ്റളവാണെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മനഃപൂർവ്വം പരപ്പളവ് എന്നുള്ള വാക്കാണ് വിസ്തീർണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഒരു ക്ലോക്കിൽ സമയം 9 മണി ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമ്മുടെ ക്ലോക്ക് അങ്ങനെ 9 മണി, ഇതാണ് നമ്മുടെ ക്ലോക്ക്. അപ്പം നമ്മുടെ ക്ലോക്ക് ഇതാ 9 മണിക്ക് നിങ്ങൾ നിൽക്കുകയാണ് കേട്ടോ, 9 മണിക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ക്ലോക്കിൻ്റെ കോൺ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി. ചിത്രത്തിൽ തന്നെ മനസ്സിലായല്ലോ അല്ലേ, അത് കറക്റ്റ് മട്ടക്കോണാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് വരിക, 90 ഡിഗ്രിയാണത് അല്ലേ. അത് 9 മണി കഴിഞ്ഞു 9:01, 9:02, 9:05, 9:10 എന്നൊക്കെ പറയുന്ന സമയത്ത് കോണളവ് മാറും. പക്ഷെ കൃത്യം 9 മണി എന്ന് പറഞ്ഞാൽ അത് എത്ര തന്നെ ആയിരിക്കും, അത് 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെ 30, 60, 90, 45 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ കൃത്യമായ ഉത്തരം, 90 ഡിഗ്രിയാണ്. ഓക്കെ, സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങിച്ചു. സോനു ഒരു സൈക്കിൾ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്, 1500 രൂപയ്ക്കാണ്. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. അപ്പോൾ സോനു വാങ്ങിച്ചത് 1500 രൂപയ്ക്കാണ്, അത് നമുക്ക് വിൽക്കുകയും ചെയ്തു. അത് ലാഭം 15% ലാഭത്തിലാണ് ഹരിക്ക് വിറ്റത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിറ്റ പൈസ എത്രയാണെന്നാണ്, വിറ്റ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 15, 15, 16, 25, 15, 50, 17, 25. അപ്പം എത്ര രൂപയ്ക്കാണ് അത് വിറ്റത് എന്ന് നോക്കാം. നമ്മൾക്ക് ഒരു സൈക്കിള് 1500 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ 1500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 15% ലാഭത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ അത് എത്രയാണ്, 100 + 15 ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ വരിക. അതായത് 1500 × 115/100 ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. 0 0 ക്യാൻസലായി. 115 × 15 നമ്മളത് ഗുണിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എത്ര ഉത്തരം കിട്ടും, 1725 രൂപ എന്ന് കിട്ടും. നോക്കൂ, എന്ത് നല്ല ലാഭത്തിലാണ് വിറ്റത് അല്ലേ. 1500 രൂപയ്ക്ക് വാങ്ങിക്കുകയും ചെയ്തു, എന്നിട്ട് 1725 രൂപയ്ക്ക് വെക്കുകയും ചെയ്തു. എന്തൊരു സാമർത്ഥ്യക്കാരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 1725 ആണ്. ഇനി 15% നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്യണം, അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ആകെ ഇതിൽ 2 ചോദ്യമല്ലേ വരുള്ളൂ, ഒന്ന് ലാഭം ഒന്ന് നഷ്ടവും. 15% നഷ്ടത്തിൽ എന്ന് പറയുകയാണെങ്കിൽ 1500 × 100 - 15 ഡിവൈഡ് ബൈ 100 ചെയ്യണം. അതായത് 1500 × 85% ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ നഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. ഒരാള് 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരമാണ് ചോദിക്കുന്നത്. 65 കിലോമീറ്റർ, 62.5 കിലോമീറ്റർ, 60.5 കിലോമീറ്റർ, 61.5 കിലോമീറ്റർ. അപ്പോൾ ഒരാള്
ഓടിക്കുന്നത്, അതായത് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 75 km/h ആണ്. ഇവിടെ നമ്മൾക്ക് ഓപ്ഷനിലൊക്കെ കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരമാണ് ചോദിക്കുന്നത്. അപ്പൊ 1 മണിക്കൂറിൽ അയാൾ 75 കിലോമീറ്റർ പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണല്ലോ അല്ലെ? അപ്പൊ by 50 into 50 is equal to 75 അല്ലെ? അല്ല, by 50 അല്ല, by 60 അല്ലെ? എന്നാലേ നമുക്ക് 50 മിനിറ്റിന്റെ കിട്ടുള്ളൂ അല്ലെ? അപ്പോ 60 ഡിവൈഡ് ബൈ അത് മായ്ക്കാം, അത് നമുക്ക് എഴുതാം. ഓക്കെ, by 60 into 50. അതുപോലെ അവിടെയും ചെയ്യാം. by 60 into 50 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? 50 മിനിറ്റിന്റെ കിട്ടും. ഇവിടെ അത് ക്യാൻസൽ ആയി പോവും. അപ്പോൾ 75 0 ക്യാൻസൽ ആവും. അപ്പോൾ 75 into 5 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 62.5 കിലോമീറ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ചിലപ്പോൾ തന്നിട്ടേ ഈ സ്പീഡ് തന്നിട്ട് നമുക്ക് ചിലപ്പോൾ മീറ്ററിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഫൈനൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടാവുക. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ കൺവേർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണോ, മീറ്റർ/സെക്കൻഡിനെ km/h മാറ്റണോ എന്നുള്ളതൊക്കെ നമുക്ക് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓപ്ഷൻ നോക്കിയതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അതായത് കൺവേർഷൻ വേണം എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, km/h അല്ലെ, km/h നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഗുണിക്കേണ്ടത്? നമ്മൾ അതിന് എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതല്ല മീറ്റർ/സെക്കൻഡിൽ നിന്ന് km/h നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ 18/5 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. ഈ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാഗ്പൂർ എന്നതിനെ OBHQVS എന്ന് പ്രതിനിധീകരിച്ചാൽ MVDLOPX എന്നുള്ളതിനെ ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നു? പ്രതിനിധീകരിക്കുന്നു എന്ന് പറയും, ശരിക്കും പ്രതിനിധാനം ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ അതിന്റെ യഥാർത്ഥ മലയാള വാക്കല്ലേ. നമുക്ക് എന്തായാലും ഇവർ പറഞ്ഞതുപോലെ ചെയ്യാം. ലക്നൗ, കൊൽക്കത്ത, മധുരൈ, ലുധിയാന. അപ്പൊ നമുക്ക് ഇതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നാഗ്പൂർ അല്ലെ, നാഗ്പൂർ ആദ്യം തന്നിരിക്കുന്നത് നമ്മൾ എഴുതി വെക്കുക. നാഗ്പൂർ OBHQVS ആണ് അല്ലെ. അതായത് N കഴിഞ്ഞ O ആണ്, A കഴിഞ്ഞ B ആണ്, G കഴിഞ്ഞ H ആണ്, P കഴിഞ്ഞ Q ആണ്, U കഴിഞ്ഞ V ആണ്, R കഴിഞ്ഞ S ആണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കാം. MVDLOPX എന്നുള്ളത് നമുക്ക് തിരിച്ചല്ലേ വരേണ്ടത് അല്ലെ? ഇങ്ങനെയല്ലേ വരേണ്ടത്? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ M ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള സംഖ്യ വരുന്നത്. ഇപ്പൊ L ആണ് വരിക അല്ലെ. L U ആയിരിക്കും. ഇത് D ആണെന്നുണ്ടെങ്കിൽ അവിടെ C ആയിരിക്കണം. L ആണെന്നുണ്ടെങ്കിൽ അത് K ആയിരിക്കണം. O ആണെന്നുണ്ടെങ്കിൽ N ആയിരിക്കണം. P ആണെന്നുണ്ടായിരിക്കണം, അതിന് മുകളിൽ O ആയിരിക്കണം. അതുപോലെ X ആണെന്നുണ്ടെങ്കിൽ മുകളിൽ എന്തായിരിക്കണം? W ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ഏതാണ് ആ സ്ഥലം എന്ന് പറയുന്നത്? ലക്നൗ ആണ് അല്ലെ. ലക്നൗവിന്റെ കോഡാണ് അവർ എഴുതിയിരിക്കുന്നത്. ലക്നൗ ആണ് ആ കോഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നാഗ്പൂർ എന്നതിനെ OBHQVS എന്ന് പ്രതിനിധാനം ചെയ്യുകയാണെങ്കിൽ MVDLOPX എന്ന് പറയുന്നത് ലക്നൗ എന്ന നഗരത്തിനെയാണ് അവര് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഗാന്ധി ബോർഡ് പ്രിലിംസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് 100 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തത് പഠിക്കണം എന്നുള്ളത് അല്ലേ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും. പ്രത്യേകിച്ച് പ്രിലിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാം. മെയിൻസ് ഒക്കെ എത്തുമ്പോഴാണ് കുറച്ചുകൂടെ ടഫായിട്ട് ചിലപ്പോൾ റിപ്പീറ്റ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അറിയാം SCRTക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ മാർക്ക് എത്ര മാർക്ക് ഓരോന്നിനും വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അറിയാം ഇന്ന ടോപ്പിക്കുകൾക്ക് ഇത്രയും മാർക്ക് വരുന്നുണ്ട്. ടോപ്പിക് പറയുമ്പോൾ മെയിൻ ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ, ഇതിന് 3 മാർക്ക്, ഇതിന് 5 മാർക്ക് പറയുമ്പോൾ ആ ഒരു വെയിറ്റേജ് നോക്കിയിട്ട് കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കറണ്ട് അഫെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LDCക്ക് 20
മാർക്കോളം കറണ്ട് അഫെയർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കമ്പൽസറി നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫെയർ ഒരിക്കലും വിടരുത്. നമുക്ക് 20 ക്വസ്റ്റ്യനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 15 ക്വസ്റ്റ്യനും നമ്മളത് ഒപ്പിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് ഉറപ്പായിട്ടും കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്ക് നല്ല കുറച്ചെങ്കിൽ പോലും അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഓക്കെ, അപ്പോൾ അത് കമ്പൽസറിലി എന്തായാലും പഠിക്കണം. പിന്നെ SCERT നന്നായിട്ട് നോക്കുക. ഇവിടെ നമ്മൾ കണ്ടില്ലേ ഓരോ ചോദ്യങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്തത്, ചോദ്യങ്ങൾ നോക്കി അതിൻ്റെ ഓപ്ഷൻസ് നോക്കി, ആ ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കി. ആ കണക്റ്റഡ് ഫാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കണക്റ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന ഏരിയ ഒക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ നവോത്ഥാന നായകന്മാർ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കമ്പൽസറി നമ്മൾ വർക്കൗട്ട് ചെയ്തേ മതിയാവുള്ളൂ. അതുപോലെ ആ ഒരു നിങ്ങൾക്കുള്ള സമയം എത്രയാണോ എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്തിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ നോക്കുക. OMR ഷീറ്റിനൊക്കെ പ്രിൻ്റ് ഔട്ട് കിട്ടുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സാം എഴുതാനൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. താങ്ക് യു.